ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അഴിക്കൽ ബീച്ചിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ അഴിക്കൽ ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ആ ബീച്ചും പരിസരമൊക്കെ ഒന്ന് ചുറ്റി കാണാം. ഇതാണ് കേട്ടോ അഴീക്കൽ കടപ്പുറം. കാരണം ഇതൊരു ഹാർബർ കൂടെയാണ്. കാരണം ഒരുപാട് വള്ളങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, കക്ക വരുന്നതും എല്ലാം. ഈ കാണുന്ന ലൈറ്റ് ഹൗസാണ് വലിയ അഴീക്കൽ ലൈറ്റ് ഹൗസാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇത് വലിയ അഴീക്കൽ പാലമാണ്. ഈ പാലം ആലപ്പുഴയും നമ്മുടെ കൊല്ലത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു പാലമാണ് ആ വലിയ അഴീക്കൽ പാലം. കണ്ടോ, ഇവിടെ ഒരുപാട് ചെറിയ വള്ളങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം കക്ക വാരുന്നതാണ്. ഈ ചെറിയ വള്ളങ്ങളെല്ലാം കക്ക വാരുന്നതാണ്. നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കണ്ടോ, ഒരു കക്ക വാരി, കക്കയും ചിപ്പിയും എല്ലാം വാരി ആ വള്ളങ്ങളിലേക്ക് നിറയ്ക്കുന്നതാണ് നമ്മളീ കാണുന്നത്. കേട്ടോ, ഒരുപാട് വള്ളങ്ങളുണ്ട്. പിന്നെ ഇതാണ് ആ കടലിൻ്റെ നടുക്കൂടെ നമുക്ക് പോകുന്നൊരു വഴി. ഇത് രണ്ട് സൈഡും കരിങ്കല്ലും പുലിമുട്ടൊക്കെ ഇട്ട ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്കിതിൽ ഏകദേശം അങ്ങ് എൻഡ് വരെ പോകാൻ പറ്റും. ഇത് മീൻ പിടിക്കാനൊക്കെ ഉള്ള സൗകര്യത്തിനുള്ള സ്ഥലമാണ്. പിന്നെ ഈ കാണുന്നതാണ് ബീച്ച്. മറ്റ് ബീച്ചുകളെ അപേക്ഷിച്ച് കാണാൻ നല്ല രസമുള്ളൊരു ഫീലുള്ളൊരു ബീച്ചാണ്. ഇതിൻ്റെ സൈഡെല്ലാം കാറ്റാടി മരങ്ങളാണ്. ഒരുപാട് കാറ്റാടി മരങ്ങൾ നട്ടിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ നല്ല വെയിലായിരുന്നു. കാരണം ടെമ്പറേച്ചറൊക്കെ കൂടി നിൽക്കുന്നൊരു സമയത്താണ് ഞങ്ങളവിടെ പോയത്. ഇവിടെ നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത് ഒരു ബോട്ട് മീൻ പിടിച്ചിട്ട് വരുന്നതാണ്. കടൽ പുത്രൻ ബോട്ടിൻ്റെ പേര്. അത് മീൻ പിടിച്ചും കൊണ്ട് വരുന്നതാണ്. ഇതിൻ്റെ മറു സൈഡിലൊരു ഹാർബറുണ്ട്, അവിടേക്കാണ് അത് കൊണ്ടുപോകുന്നത്. ഈ മീൻ പിടിച്ചുകൊണ്ട് പോകുന്നുള്ള ഹാർബറിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു സ്പീഡ് ബോട്ടാണ് ഉണ്ടാവുക. നല്ല സ്പീഡിലാണ് അതിൽ പോകുന്നത്. ചെറിയ വള്ളങ്ങളുടെ ഇടയിലൂടെയൊക്കെയാണ് അത് പോകുന്നത്. ആ വലിയ അഴീക്കൽ പാലത്തിൻ്റെ ആ സൈഡിലൂടെ പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഹാർബർ അവിടെ ഉള്ളത്. അവിടേക്കാണ് ഈ മീനും പിടിച്ചുകൊണ്ട് അവർ പോകുന്നത്. അതുകൊണ്ട് നല്ല രസമുള്ളൊരു പാലം കാണിക്കുന്ന ആർച്ച് ഷേപ്പിലുള്ള ഒരു പാലമാണ്. എന്തുകൊണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ വന്നത് ഒരു ഉച്ചയ്ക്കാണ് കേട്ടോ വന്നത്. ഒരു 11:30-12 മണിയാകും. കാരണം ഈ കടൽ തീരങ്ങളിൽ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്, എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം ഈവനിങ് അല്ലേ ബീച്ചിലെല്ലാവരും വരത്തുള്ളൂ, അപ്പോഴത്തേക്ക് മാത്രമേ തുറക്കുകയുള്ളൂ. കാരണം ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്, എല്ലാം അടഞ്ഞു കിടക്കുകയാണ്.
എൻ്റെ ഈ അഴിക്കൽ ബീച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യാത്രകളും സ്വപ്നങ്ങളും അവസാനിക്കുന്നില്ല. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.